ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. ഖുൽ, നീ പറയുക, ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്, ചെവി കൊടുത്തെന്ന്. നഫറും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു കൂട്ടർ, ചെറുസംഘം. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു, ഇന്നാ സമിഅന, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ അജബ, ആശ്ചര്യകരമായ ഖുർആൻ. പാരായണം, പാരായണ ഗ്രന്ഥം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. നബിയേ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടർ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായെന്ന് എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു ഖുർആൻ അഥവാ പാരായണ ഗ്രന്ഥം കേട്ടു. വചനം 2. വാക്കർത്ഥം. യഹ്ദീ, അത് വഴികാട്ടുന്നു, ഇലർ റുഷ്ദി, സന്മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക്, തൻ്റെ ഇടത്തിലേക്ക്. ഫആമന്നാ ബിഹി, അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക, ഞങ്ങൾ പങ്കുചേർക്കുകയില്ല തന്നെ, ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട്, അഹദൻ, ഒരാളെയും. യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നു, അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും പങ്കുചേർക്കുകയില്ല തന്നെ. വചനം 1, 2 എന്നിവയുടെ വിശദീകരണം. ജിന്നുകൾ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ട സംഭവത്തെപ്പറ്റി പല ഹദീസുകളും കാണാവുന്നതാണ്. അവയിൽ ചിലതെല്ലാം സൂറത്തു അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. ജിന്നുകൾ ഒന്നിലധികം പ്രാവശ്യം നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടെന്നും തിരുമേനിയൊന്നിച്ച് സ്വഹാബികളിൽ ചിലർ ഉള്ളപ്പോഴും ആരും ഇല്ലാത്തപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള തുടങ്ങിയ പലരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടില്ലെന്നും അവർ ഖുർആൻ പാരായണം കേട്ടുപോയ വിവരം വഹ്യ് മുഖേന മാത്രമാണ് തിരുമേനി അറിഞ്ഞതെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ജിന്നുകളുടെ പ്രതിനിധി തിരുമേനിയുടെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ട പ്രകാരം തിരുമേനി അവർക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായെന്നും മറ്റും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി അഹ്മദ്, മുസ്ലിം റഹിമഹുമുള്ള മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിലും വന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് ഒന്നാമത്തെ സംഭവത്തെക്കുറിച്ചാണെന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് രണ്ടാമത്തെ സംഭവമാണെന്നും ഇമാം ബൈഹഖി റഹിമഹുല്ല മുതലായവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുമേനിയുടെ അടുക്കൽ 2 പ്രാവശ്യം ജിന്നുകൾ ചെന്നിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയും പ്രസ്താവിച്ചതായി തൊബറാനി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ളതും സ്മരണീയമാകുന്നു.
കൂടാതെ ജിന്നുകളുടെ സംഭവം ഉണ്ടായിട്ടുള്ളത് തിരുമേനി മക്കയിലായിരുന്ന കാലത്താണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്രായക്കാരനായിരുന്നു. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ അത് സംബന്ധിച്ച സൂക്ഷ്മ വിവരം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് അദ്ദേഹം ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞതായിരിക്കുകയും ചെയ്യാമല്ലോ. കൂടുതൽ വിവരം സൂറത്തു അഹ്കാഫിൽ കഴിഞ്ഞുപോയത് ഓർക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവങ്ങളിൽ ഒന്നിനെപ്പറ്റിയാണ് ഇവിടെ അള്ളാഹു പ്രസ്താവിക്കുന്നത്. ആ വിവരം വഹി ലഭിച്ചപ്പോഴേ നബിക്ക് അറിയുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു എന്ന് എനിക്ക് വഹിയ നൽകപ്പെട്ടുവെന്ന് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്തു അഹ്കാഫിൽ വഇദ് സ്വറഫ്ന ഇലൈക നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടരെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യം സംശയാതീതമാം വണ്ണം സ്പഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സംഭവത്തെ ഉദ്ദേശിച്ചായിരിക്കുവാനും സാധ്യതയുണ്ട്. ചില മഹാന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി രണ്ട് സൂറത്തിലെയും സംഭവം ഒന്നുതന്നെയാണെന്ന് വന്നാൽ തന്നെയും വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ഹദീസുകളാലും അനിഷേധ്യമായി സ്ഥാപിതമായിട്ടുള്ളതാണ്. ഒന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ തന്നെ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതവും വിശ്വാസവും ജനിച്ച ആ ജിന്നുകൾ വീണ്ടും വന്ന് തങ്ങൾക്ക് ഖുർആൻ കേൾപ്പിക്കണമെന്നും മറ്റും ആവശ്യപ്പെടുന്നത് കേവലം സ്വാഭാവികം മാത്രമാണ്. നഫർ എന്ന വാക്ക് 10 താഴെയുള്ള ചെറുസംഘം ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആകയാൽ വന്ന ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മനസ്സിലാക്കാം. അപരിഷ്കൃത മനുഷ്യരാണ് ജിന്നുകൾ എന്നു വാദിക്കുന്നവർ ഇവിടെയും സൂറത്തു അഹ്കാഫിലും ജിന്നുകൾ ഖുർആൻ കേട്ടുവെന്നു പറഞ്ഞത് മക്കാ മുശ്രിക്കുകളെ ഭയന്ന് വെളിക്കുവരാൻ ധൈര്യപ്പെടാതിരുന്ന ചില മനുഷ്യരെക്കുറിച്ചാണെന്ന് പറയുന്നു. ഒരു കൂട്ടം മനുഷ്യർ നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടുപോവുക, അവർ സത്യവിശ്വാസം സ്വീകരിക്കുക, എന്നിട്ട് തങ്ങളുടെ ജനതയുടെ അടുക്കൽ ചെന്ന് അവരെ ഉപദേശിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും അറിഞ്ഞില്ലെന്നും വഹി ലഭിച്ചപ്പോൾ മാത്രമേ അറിഞ്ഞുള്ളൂവെന്നും സങ്കൽപ്പിക്കുവാൻ കേവലം നട്ടുച്ചയ്ക്ക് കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജിന്നുകളുടെ ഈ സംഭവം ഖുർആനിൽ ഉദ്ധരിച്ചതിൽ നിന്ന് താഴെ കാണുന്നതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. 1. മനുഷ്യരിലേക്ക് മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, അഥവാ ജിന്നുകളിലേക്കും കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പറയത്തക്ക ഭിന്നാഭിപ്രായം ഇല്ല. 2. അവർക്ക് മനുഷ്യൻ്റെ സംസാരവും ഭാഷയും മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ഖുർആൻ കേട്ടു മനസ്സിലാക്കിയല്ലോ. 3. അവരും മതശാസനകൾക്ക് വിധേയരാണ്. അവർ സത്യവിശ്വാസം സ്വീകരിച്ചതിൽ നിന്നും തുടർന്നുള്ള അവരുടെ പ്രസ്താവനകളിൽ നിന്നും അത് വ്യക്തമാകുന്നു. 4. അവരും ഒരുതരം സാമൂഹിക ജീവിതം നയിക്കുന്നവരും പരസ്പരം ഉപദേശം നൽകുക മുതലായ കൃത്യങ്ങൾ നടത്താറുള്ളവരുമാകുന്നു. 5. ജിന്നുകൾ പോലും ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ വിശ്വസിച്ച സ്ഥിതിക്ക് അവരെക്കാൾ ഉത്തമവർഗമായ മനുഷ്യർ അതിൽ വിശ്വസിക്കുവാൻ പല നിലയ്ക്കും അവരെക്കാൾ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ ഖുർആൻ ആവർത്തിച്ചു കേട്ടിട്ടും അതിൽ വിശ്വസിക്കാത്തവരുടെ തടസ്സം അവരുടെ കുബുദ്ധിയും മർക്കടമുഷ്ടിയും ആകുന്നു. ഈ ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ അവരിലുണ്ടായ പ്രതികരണം
എത്ര വമ്പിച്ചതായിരുന്നുവെന്ന് 1 മുതൽ 14 കൂടിയ വചനങ്ങളിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാം. ജിന്നുകളുടെ പ്രസ്താവനയുടെ ബാക്കി ഭാഗങ്ങളാണ് താഴെ കാണുന്നത്.